अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। श्रीमद् भगवद गीता यथारूपम इस्कॉन स्थापकाचार्य कृष्ण कृपामूर्ति എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 17ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ശ്രദ്ധാ വിഭാഗങ്ങൾ. അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ വിശ്വാസങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 തരത്തിലുള്ള വിശ്വാസമുണ്ട്. ത്രിവിധം ഭവതി ശ്രദ്ധ. 3 തരത്തിലുള്ള വിശ്വാസമാണുള്ളത്. തമോ ഗുണത്തിലുള്ള വിശ്വാസം, രജോ ഗുണത്തിലുള്ള വിശ്വാസം, അതേപോലെ സാത്വിക ഗുണത്തിലുള്ള വിശ്വാസം. ഓരോ വിശ്വാസത്തിലുള്ളവർ അവരുടെ ആ വിശ്വാസം വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കും. പുറത്ത് നമ്മൾക്കത് കാണാൻ സാധിക്കും. അതിൽ ചില ലക്ഷണങ്ങൾ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. സാത്വിക ഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുമുള്ളവർ ഏതു തരത്തിലുള്ള മൂർത്തികളിലേക്കാണ് ആകർഷിതരാകുന്നത്, ഏതു തരത്തിലുള്ള മൂർത്തി ആരാധനയാണ് അവർ ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. ആദ്യമായിട്ട് 4ാമത്തെ ശ്ലോകത്തിൽ യജന്തേ സാത്വിക ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാശന്യ യജന്തേ താമസാജ. സാത്വിക ഗുണത്തിലുള്ളവർ ദേവതമാരോടാണ് ആകർഷിക്കപ്പെടുന്നത്. ദേവതമാരുടെ മൂർത്തികളിലാണ് അവർക്ക് ആകർഷണം ഉണ്ടാകുന്നത്. രജോ ഗുണത്തിലുള്ളവർ യക്ഷരാക്ഷസന്മാരോടും തമോ ഗുണത്തിലുള്ളവർ ഭൂതപ്രേതങ്ങളോടും ആരാധന പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഭഗവാൻ ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ പ്രഭാവം ഒരു വ്യക്തിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും പ്രകടമായിരിക്കും എന്ന് പറഞ്ഞു. എല്ലാ പ്രവർത്തനങ്ങളിലും സത്വരജസ്തമോ ഗുണത്തിന്റെ പ്രഭാവം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നമ്മൾക്ക് സാത്വിക ഗുണത്തിലാണോ, രജോ ഗുണത്തിലാണോ, തമോ ഗുണത്തിലാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിന് ഉദാഹരണമായിട്ട് ഭഗവാൻ പറഞ്ഞത് ആഹാരശീലമാണ്. ആഹാരത്തിലും 3 തരത്തിലുള്ള ഗുണങ്ങളുടെ പ്രഭാവമുണ്ട്. ഒരു വ്യക്തിക്ക് ആഹാരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വ്യത്യാസപ്പെടും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. അതിൽ സാത്വിക ഗുണത്തിലുള്ള ആഹാരശീലവും രജോ ഗുണത്തിലുള്ള ആഹാരശീലവും തമോ ഗുണത്തിലുള്ള ആഹാരശീലത്തെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സാത്വികർ എപ്പോഴും ആരോഗ്യവും ആയുസ്സും നിലനിർത്തുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് ശീലമാക്കുന്നത്. ആ സാത്വിക ഗുണത്തിലുള്ള ഭക്ഷണം ഹൃദ്യവും മനസ്സിനിണങ്ങിയതും മനസ്സിന് സംതൃപ്തി നൽകുന്നതും ശരീരത്തിന് സുഖം നൽകുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് രജോ ഗുണത്തിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. കൂടുതൽ എരിവ്, കൂടുതൽ പുളിപ്പ്, കൂടുതൽ മധുരം, കൂടുതൽ ചൂട്, കൂടുതൽ മസാലകൾ എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് രജോ ഗുണത്തിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാകം ചെയ്തതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ഭക്ഷണം തമോ ഗുണത്തിലേക്ക് മാറും. അതേപോലെ അതിന് ദുർഗന്ധമുണ്ടാകും, അതിന്റെ രുചി നഷ്ടപ്പെടും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തി കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വിസർജ്യ വസ്തുക്കളൊക്കെ കലർന്ന ഭക്ഷണമായിരിക്കും, ശുദ്ധമല്ലാത്ത ഭക്ഷണമായിരിക്കും. ഇതെല്ലാം തമോ ഗുണത്തിലുള്ള ഭക്ഷണമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. യാതയാമം ഗതരസം പൂതി പരുഷിതം ചെയ്ത് ഉച്ഛിഷ്ടം അഭിജാമേദ്യം ഭോജനം താമസപ്രിയം. അങ്ങനെയുള്ള ഭക്ഷണമാണ് തമോ ഗുണത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്.
രജോ ഗുണത്തിലുള്ളവർക്ക് കൂടുതൽ എരിവ്, കൂടുതൽ പുളി, കൂടുതൽ മധുരം, കൂടുതൽ കയ്പ്, അതേപോലെ കൂടുതൽ ചൂട്, ഇങ്ങനെയുള്ള ഭക്ഷണമാണ് രജോ ഗുണത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും സാത്വിക ഗുണത്തിന്റെയും പ്രഭാവം യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലും എല്ലാം കാണാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. ഒരു വ്യക്തി ചെയ്യുന്ന തപസ്, യജ്ഞം, ദാനം, ഇതെല്ലാം ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സത്വരജസ്തമോ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ മനോഭാവം അനുസരിച്ച് ആ യജ്ഞം, ഒരു വ്യക്തി ചെയ്യുന്ന യജ്ഞം തമോ ഗുണത്തിലോ സാത്വിക ഗുണത്തിലോ രജോ ഗുണത്തിലോ ആകാം. എല്ലാ യജ്ഞവും ഒരേ നിലവാരത്തിലുള്ളതല്ല എന്നിവിടെ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ യജ്ഞദാന തപസ്സുകളെ കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മള് സത്വരജസ്തമോ ഗുണത്തിലുള്ള ആഹാരശീലങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ പറയുന്നത് യജ്ഞത്തെ കുറിച്ചാണ്. സാത്വികമായിട്ടുള്ള യജ്ഞം, രജോ ഗുണത്തിലുള്ള യജ്ഞം, അതേപോലെ തമോ ഗുണത്തിലുള്ള യജ്ഞത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓരോന്നിന്റെയും ലക്ഷണം എന്താണെന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. 11ാമത്തെ ശ്ലോകത്തിൽ സാത്വികമായിട്ടുള്ള യജ്ഞത്തെ കുറിച്ചാണ് പറയുന്നത്. 12ാമത്തെ ശ്ലോകത്തിൽ രജോ ഗുണത്തിലുള്ള യജ്ഞത്തെ കുറിച്ച് പറയുന്നു. 13ാമത്തെ ശ്ലോകത്തിൽ താമസികമായിട്ടുള്ള യജ്ഞത്തെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് 11 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. മൂന്നും യജ്ഞത്തിന്റെ വിവിധ വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം. 11 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കാം. ഓക്കെ, അജിത് പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അബലകാംക്ഷിതീര്യജ്ഞോ വിധിദുഷ്ടോ യുജ്യതേ കർത്തവ്യമേവേദി മനഃ സമാധാവസാത്വിക. വിവർത്തനം. യജ്ഞങ്ങളിൽ വെച്ച് ബലോദ്ദേശമില്ലാതെയും സശ്രദ്ധമായും വേദവിധി പ്രകാരം കർത്തവ്യബോധത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞമത്രേ സ്വാത്വികം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാത്വിജായി. ഏതെങ്കിലും ഒരു ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ടാണ് സാധാരണയായി യജ്ഞം നടത്തുക. എന്നാൽ നിരുദ്ദേശപരമായിരിക്കണം യജ്ഞം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു കർത്തവ്യം എന്ന നിലയിലാവണം യജ്ഞാനുഷ്ഠാനം. ഉദാഹരണമായി ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടത്തുന്ന ചടങ്ങുകൾ തന്നെ എടുക്കാം. ഭൗതിക നേട്ടങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അനുഷ്ഠാനങ്ങൾ എന്നു കാണാം. സ്വാത്വികമല്ല ഈ പ്രവൃത്തി. അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നത് കർത്തവ്യബോധത്തോടെ ആയിരിക്കണം. ഭഗവാനെ വന്ദിക്കാനും പൂക്കളും ഭക്ഷ്യങ്ങളും സമർപ്പിക്കാനും വേണ്ടിയാവണം. ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി മാത്രം അമ്പലങ്ങളിൽ പോകേണ്ടതില്ലെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ ധനലാഭത്തിന് വേണ്ടിയുള്ള ഈശ്വരാരാധനയ്ക്ക് വേദ സമ്മതിയില്ല. ഭഗവത് പൂജനത്തിന് വേണ്ടി മാത്രമാവണം ക്ഷേത്ര ദർശനം. അത് ഒരാളെ സാത്വിക ഗുണസ്ഥിതനാക്കും. സംസ്കാര സമ്പന്നനായ ഏതൊരാളും ശാസ്ത്രനിർദ്ദേശങ്ങളെ അനുസരിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും വേണം. ശ്ലോകം 12. അഭിസംധായ തു ഫലം ദംഭാർത്ഥമപി കൈവയത് വിദ്യതേ വർഗസ്ഥ സംയജ്ഞം വിദ്യുരാജസം. ഭൗതികമായ ഏതെങ്കിലും പ്രയോജനത്തിനു വേണ്ടിയോ ഗർവ് കാട്ടാനായോ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം രാജസമെന്നറിയുക. അല്ലയോ ഭരതശ്രേഷ്ഠ. ഭാവാർത്ഥം. സ്വർഗലബ്ധിക്കായും ഇഹലോക സുഖങ്ങൾക്ക് വേണ്ടിയും യജ്ഞങ്ങളും ചടങ്ങുകളും നടത്താറുണ്ട്. അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ രാജസങ്ങളായി കരുതപ്പെടുന്നു. ശ്ലോകം 13. വിധിഹീനമസൃഷ്ടാനം മന്ത്രഹീനമധിക്ഷീണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിരക്ഷതേ. വേദോക്ത വിധികളനുസരിക്കാതെയും പ്രസാദ വിതരണം, മന്ത്രോച്ചാരണം, പൂജാരിക്ക് ദക്ഷിണ എന്നിവ കൂടാതെയും വിശ്വാസമില്ലാതെയും ചെയ്യപ്പെടുന്ന യജ്ഞം തമോ ഗുണമുള്ളതാണ്. ഭാവാർത്ഥം. താമസികരുടെ വിശ്വാസം വാസ്തവത്തിൽ അവിശ്വാസം തന്നെ. ചിലപ്പോൾ ജനങ്ങൾ ധനസമ്പാദനത്തിനായി ചില ദേവന്മാരെ ആരാധിക്കുകയും നേടിയ സമ്പത്ത് വൈദിക ആത്മകളെ അവഗണിച്ചുകൊണ്ട് സുഖഭോഗങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത്തരം മതപരമായ ചടങ്ങുകളുടെ പ്രകടനങ്ങൾ നിർവ്യാജങ്ങളാണെന്ന് കരുതാൻ വയ്യ. താമസങ്ങളാകയാൽ അവ ആസുരഭാവത്തെ വളർത്തും മനുഷ്യവർഗത്തിന് ഒരു വിധത്തിലും പ്രയോജനപ്പെടുകയില്ല.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു അജിത് പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ 3 തരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. സാത്വികമായിട്ടും രാജസികമായിട്ടും തമോ ഗുണത്തിലുള്ളതുമായിട്ടുള്ള യജ്ഞം. നമ്മൾ യജ്ഞങ്ങളൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ യജ്ഞം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ യജ്ഞം എന്ന് പറയുന്നത്, നമ്മൾ യജ്ഞം എന്ന വാക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ഓർമ്മയുണ്ടാകുക എന്താണ്? അഗ്നിയിൽ എന്തെങ്കിലും വസ്തുക്കൾ, ദ്രവ്യങ്ങൾ, നെയ്യ് ഇതൊക്കെ സമർപ്പിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് ഓർമ്മ വരിക. അത് യജ്ഞമാണ് തീർച്ചയായിട്ടും. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാതരം പ്രവർത്തനങ്ങളും യജ്ഞം തന്നെയാണ്. അല്ലെ, കലിയുഗത്തിലെ യജ്ഞം നാമസങ്കീർത്തനമാണ്. ഭഗവാന്റെ സേവനം ഒക്കെ യഥാർത്ഥത്തിൽ യജ്ഞം തന്നെയാണ്. എല്ലാതരം യജ്ഞവും സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടു വരാം. ഇവിടെ പറയുന്നത് നേരിട്ടുള്ള ഭക്തിയോഗത്തെ കുറിച്ചല്ല. അർജുനൻ ചോദിച്ചത് ശാസ്ത്രവിദ്യ അനുസരിക്കാതെ ചെയ്യുന്ന വിശ്വാസങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യജ്ഞങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ തന്നെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഉണ്ട്. അപ്പോൾ ആ യജ്ഞങ്ങൾ സാത്വിക ഗുണത്തിലാകണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഫലാകാംക്ഷിബിർ യജ്ഞം. ആ യജ്ഞം നടത്തുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭൗതിക നേട്ടം വേണം എന്ന് വിചാരിച്ചായിരിക്കരുത്. ഇത് എന്റെ കടമയാണ്, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ ഫലം കാക്ഷിക്കാതെ വിധിദിഷ്ടോയ ഇജ്ജതെ, വിധി അനുസരിച്ച്, ശാസ്ത്രവിദ്യ അനുസരിച്ച് ചെയ്യുന്ന യജ്ഞമാണ് സാത്വികമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത്. മനസ്സമാധായ സാത്വിക, കർത്തവ്യബോധത്തോടെ ചെയ്യുന്ന യജ്ഞമാണ് സാത്വികമായിട്ടുള്ള യജ്ഞം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഭൗതിക നിലവാരത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള യജ്ഞം. ഏതെങ്കിലും ഫലം ഉദ്ദേശിച്ച് ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ, ഇതൊന്നും സാത്വിക നിലവാരത്തിലുള്ള യജ്ഞമല്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 12ാമത്തെ ശ്ലോകത്തിൽ രജോഗുണത്തിലുള്ള യജ്ഞമാണ് എന്തെങ്കിലും ഭൗതിക നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഞാൻ ഈ യജ്ഞത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇന്ന നേട്ടമുണ്ടാകും, അല്ലെ, പുത്രലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഐശ്വര്യത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ യജ്ഞങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന യജ്ഞം എന്താണ്? അത് രജോ ഗുണത്തിലുള്ള യജ്ഞമായിട്ടാണ് കണക്കാക്കുന്നത്. അഭിസന്ധായ തു ഫലം. ആദ്യം നമ്മൾ ചിന്തിക്കുക എന്ത് കിട്ടുമെന്നാണ്. ഈ യജ്ഞം നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ലാഭം? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ രജോ ഗുണമായി. അപ്പോൾ ഈ യജ്ഞങ്ങളുടെ ഗുണമൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ മനോഭാവമാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ഏത് മനോഭാവത്തിലാണ് ചെയ്യുന്നത്. പുറമെ കാണുമ്പോൾ ഒക്കെ ഒരേപോലെ ഉണ്ടാകും. പുറമെ കാണുമ്പോൾ എല്ലാ യജ്ഞങ്ങളും ഒരേപോലെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഏത് മനോഭാവത്തിൽ യജ്ഞം ചെയ്യുന്നു അതിനനുസരിച്ച് ആ യജ്ഞം സാത്വിക ഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ ആകാം. ഒരേ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത ഫലം ലഭിക്കുന്നതിനുള്ള കാരണം അതാണ്. എല്ലാവർക്കും ഒരേ ഫലം ലഭിക്കുന്നില്ല. കാരണം എന്താണ്? അവരുടെ മനോഭാവം അനുസരിച്ച് അത് സാത്വികമോ രജോ ഗുണമോ തമോ ഗുണമോ ആയി മാറും. പുറമേ ഒരേ പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അകമേയുള്ള മനോഭാവം മാറിക്കഴിഞ്ഞാൽ ഈ യജ്ഞമൊക്കെ മാറും. അപ്പോൾ ഫലമൊന്നും പ്രതീക്ഷിക്കാതെ ഇതെന്റെ കർത്തവ്യമാണ്, ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ സാത്വിക ഗുണമായിരിക്കും. പക്ഷെ ആദ്യം തന്നെ എന്താണ് എനിക്ക് നേട്ടം, അത് കിട്ടുമെങ്കിൽ ഞാൻ ചെയ്യാം, അങ്ങനെ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദമ്പാർത്ഥം അഭിചൈവയത്. ഇനി നമ്മൾ എന്തെങ്കിലും പേരും പ്രശസ്തിയും കിട്ടും, ദമ്പം, അർത്ഥം, അല്ലെങ്കിൽ കുറച്ച് സമ്പത്തുണ്ടാകും, ഇതിനൊക്കെ വേണ്ടി, പേരിന് പ്രശസ്തിക്ക് വേണ്ടി യജ്ഞം ചെയ്ത് അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ സമർപ്പിക്കുന്നത് യജ്ഞം തന്നെയാണ്. അല്ലെ, നമ്മൾ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചു, എന്നിട്ട് നമ്മൾ വലിയ പേരും എഴുതി വെക്കും. ഭഗവാനേക്കാൾ വലിയ പേര് നമ്മൾ എഴുതി. അപ്പം അതെന്താണ്? ദമ്പാർത്ഥം അഭിചൈവയത്, നമ്മുടെ പേര് വരണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാര്യം സമർപ്പണം ചെയ്തിട്ടുള്ളത്. അമ്പലത്തിൽ വരുന്നവരൊക്കെ നമ്മുടെ പേര് വായിക്കും.
അത് ഏത് തരത്തിലുള്ള യജ്ഞമാണ്? രജോ ഗുണത്തിലുള്ള യജ്ഞമാണ്. യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിധി രാജസം. ആദ്യം ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ രജോ ഗുണത്തിലായി. ഫലം പ്രതീക്ഷിക്കാതെ വിശ്വാസപൂർവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സാത്വിക ഗുണത്തിലായി. ഇനി തമോ ഗുണത്തിലുള്ള യജ്ഞത്തിനെ കുറിച്ച് 13ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു. വിധിഹീനം അസൃഷ്ടാനം മന്ത്രഹീനം അദക്ഷിണം. അതിൽ യാതൊരു വിധിയൊന്നും ഉണ്ടാവില്ല. അത് ആരോ തട്ടിക്കൂട്ടിയ യജ്ഞമാണ്, അല്ലെ? അതിന് വേദശാസ്ത്രങ്ങളുടെ പിന്തുണയൊന്നുമില്ല. അത് പുതിയതായിട്ട് ചില ആളുകൾ ചില സിസ്റ്റം ഉണ്ടാക്കും. നമ്മൾ നേരത്തെ വായിച്ചു, ആസുരികമായിട്ടുള്ള ആളുകൾ പുതിയ പുതിയ യജ്ഞങ്ങളൊക്കെ കണ്ടുപിടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളിൽ നിന്നും ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേരും പ്രശസ്തിയും നേടുന്നതിന് വേണ്ടിയിട്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത പുതിയ പുതിയ രീതികളൊക്കെ, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ തമോ ഗുണത്തിലുള്ള യജ്ഞമായിട്ടാണ് വരുന്നത്. വിധിഹീനം, അതിന് വിധിയില്ല. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു വിധിയുമില്ല. കലിയുഗത്തിൽ മറ്റു യജ്ഞങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ വിധിയില്ല. ശാസ്ത്രത്തിൽ വിധിയില്ല, അല്ലെ? ശാസ്ത്രത്തിൽ കലിയുഗത്തിൽ നാമജപത്തിന് മാത്രമാണ് വിധിയുള്ളത്. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തീവ 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 ഗതിരന്യത എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. കലിയുഗത്തിൽ നാമജപത്തിനല്ലാതെ മറ്റൊരു യജ്ഞത്തിനും വിധിയില്ല. കലിയുഗത്തിൽ 5 കാര്യങ്ങൾ പ്രത്യേകിച്ച് വിലക്കിയിട്ടുമുണ്ട്, അല്ലെ? അശ്വമേധം, ഗവാലംബം, ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ, മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള യജ്ഞങ്ങളൊക്കെ കലിയുഗത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള യജ്ഞങ്ങൾ ഇന്നും നടത്തുന്നുണ്ട് ആളുകൾ. ഒന്നുകിൽ പേരിലും പ്രശസ്തിക്കും വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് കലിയുഗത്തിൽ ആ യജ്ഞങ്ങളൊക്കെ വിധിഹീനമാണ്. വിധിഹീനം അസൃഷ്ടാനം മന്ത്രഹീനം അദക്ഷിണം. മന്ത്രഹീനം, വേദങ്ങളിലുള്ള മന്ത്രങ്ങൾ ഒന്നുമല്ല അതിന് ഉപയോഗിക്കുന്നത്. അത് വേറെ എന്തോ പുതിയ തരം മന്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനകളൊക്കെ ഉപയോഗിക്കും. വേദമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. മന്ത്രഹീനം അദക്ഷിണം, അത് നടത്തുന്ന പുരോഹിതന് ദക്ഷിണ നൽകുന്നില്ല. പുരോഹിതന് ദക്ഷിണ നൽകാതെ എന്തെങ്കിലും നമ്മുടെ യജ്ഞം ഫലം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുരോഹിതനിൽ നിന്ന് ഒരു സേവനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലായിട്ട് മാറും. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തമോ ഗുണമല്ല, അല്ലെ? നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലായി മാറും. നമ്മൾ അങ്ങോട്ട് സേവനം ചെയ്യുകയാണ് വേണ്ടത്. ആചാര്യന് അങ്ങോട്ട് സേവനം ചെയ്തു കൊടുത്ത് നമ്മൾക്ക് ലഭിക്കുന്ന ജ്ഞാനമാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. അത് 4ാമത്തെ അധ്യായത്തിൽ പറയുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അങ്ങോട്ട് സേവനം ചെയ്തു കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ ജ്ഞാനം സ്വീകരിക്കേണ്ടത്. സേവനമൊന്നും ചെയ്യാതെ ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലുള്ള മന്ത്രഹീനം അദക്ഷിണം. ആചാര്യന് സേവനമൊന്നും ചെയ്യാതെ സ്വീകരിക്കുന്ന ആ യജ്ഞം, അല്ലെങ്കിൽ യജ്ഞഫലം, അത് തമോ ഗുണത്തിലാണ് എന്നാണ് പറയുന്നത്. മന്ത്രഹീനം അദക്ഷിണം. ശ്രദ്ധാവിരഹിതം യജ്ഞം. ശ്രദ്ധാവിരഹിതം, ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര വിശ്വാസമില്ലാതെ, ഭഗവാന് വിശ്വാസമൊന്നുമില്ല. എല്ലാവരും യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഞാനും പങ്കെടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് വിശ്വാസമില്ലാതെ പങ്കെടുക്കുന്ന യജ്ഞം. അപ്പൊ ഇതെല്ലാം തമോ ഗുണത്തിലായി പോകും. ഇതിലേതെങ്കിലും നമ്മൾ ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ യജ്ഞം തമോ ഗുണത്തിലാണ്. വിധിഹീനമാണെങ്കിൽ, അല്ലെങ്കിൽ അന്നവിതരണം ഇല്ലാതെയാണെങ്കിൽ, മന്ത്രഹീനം, വേദമന്ത്രങ്ങൾ ഉപയോഗിക്കാതെയാണെങ്കിൽ, അദക്ഷിണം, ദക്ഷിണ നൽകാതെയാണെങ്കിൽ, ശ്രദ്ധാവിരഹിതം, വിശ്വാസമില്ലാതെയാണെങ്കിൽ, ഇങ്ങനെയുള്ള യജ്ഞമൊക്കെ എന്താണ്? തമോ ഗുണത്തിലുള്ള യജ്ഞം. തമോ ഗുണത്തിലുള്ള യജ്ഞത്തിന് പ്രത്യേകിച്ച് ബലമുണ്ട്, പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ 3 തരം യജ്ഞങ്ങളെ കുറിച്ച് ഭഗവാൻ വിവരിച്ചു തന്നു. അടുത്തതായിട്ട് വ്യത്യസ്തമായിട്ടുള്ള തപസ്സുകളെ കുറിച്ചാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് വായിക്കുന്നതിന്റെ മുന്നേ ഈ 3 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം.
ഹരേ കൃഷ്ണ പ്രഭുജി, 5 യജ്ഞങ്ങള് കലിയുഗത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നുകൂടെ പറഞ്ഞുതരാമോ? ഹരേ കൃഷ്ണ. യെസ്, കലിയുഗത്തിൽ അഞ്ച് യജ്ഞങ്ങളല്ല, യഥാർത്ഥത്തിൽ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്: അശ്വമേധം ഗവാലംബം, സന്യാസം പല പൈതൃകം, ദേവരേണ സുതോൽപത്തി, ഫലോ വിവർജയത് എന്ന് പറയുന്നു. കലിയുഗത്തിൽ 5 കാര്യങ്ങൾ വർജിക്കണം എന്ന് പറയുന്നുണ്ട്. ഒന്ന്, അശ്വമേധ യജ്ഞങ്ങൾ കലിയുഗത്തിൽ ചെയ്യാൻ പാടില്ല. അശ്വമേധ യജ്ഞം, കുതിരയെ ഉപയോഗിച്ചിട്ടുള്ള യജ്ഞം. അല്ലെ, നമ്മളെ പൃഥു മഹാരാജാവ് ചെയ്തത് അശ്വമേധ യജ്ഞമായി ആണെന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ അശ്വം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. ആ സഞ്ചരിക്കുന്ന ഭാഗമൊക്കെ ആ രാജാവിന്റെ കാൽക്കീഴിൽ വരും, അല്ലെങ്കിൽ യുദ്ധം ചെയ്യണം. അങ്ങനെ കുതിരയെ ഉപയോഗിച്ചുള്ള യജ്ഞം. അതേപോലെ ഗവാലംബം, പശുവിനെ ഉപയോഗിച്ചിട്ടുള്ള യജ്ഞം. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് യഥാർത്ഥത്തിൽ അവർ ചെയ്യുമായിരുന്നു. യഥാർത്ഥ മന്ത്രം ചെല്ലാൻ കഴിയുന്ന ബ്രാഹ്മണന്മാർക്ക് ഒരു അശ്വത്തെ, ഒരു ജന്തുവിനെ ബലി കൊടുത്താലും അതിന് തിരിച്ച് ജീവൻ കൊടുക്കാനുള്ള കഴിവുണ്ടായി. വേദമന്ത്രങ്ങൾ കൊണ്ട് അവർ അതിന് വീണ്ടും ജീവൻ കൊടുക്കും. കലിയുഗത്തിൽ അതിന് സാധിക്കുന്നില്ല. കലിയുഗത്തിൽ യഥാർത്ഥ രീതിയിൽ വേദമന്ത്രം ചൊല്ലാനുള്ള ബ്രാഹ്മണർ ഇല്ല. അങ്ങനെ ബ്രാഹ്മണിക്കൽ യോഗ്യതയുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് കലിയുഗത്തിൽ ഈ യജ്ഞങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത്. അശ്വമേധം ഗവാലംബം, കുതിരയെ ഉപയോഗിച്ചുള്ള യജ്ഞം, പശുവിനെ ഉപയോഗിച്ചിട്ടുള്ള യജ്ഞം. അതേപോലെ കർമ്മസന്യാസവും കലിയുഗത്തിൽ ചെയ്യാൻ സാധിക്കില്ല. ഭഗവത് സേവനത്തിന് വേണ്ടിയാണ് സന്യാസം ചെയ്യേണ്ടത്. കർമ്മസന്യാസം, ചാതുർവർണ്ണ്യം അനുസരിച്ചിട്ടുള്ള സന്യാസവും കലിയുഗത്തിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം കലിയുഗത്തിൽ അത്രയും അസ്വസ്ഥതകൾ നിറഞ്ഞ സമയമാണ്. അതുകൊണ്ട് കർമ്മസന്യാസവും കലിയുഗത്തിൽ നിരോധിച്ചിട്ടുണ്ട്. പിന്നെ ദേവരേണം സുതോൽപത്തി, പണ്ട് കാലത്ത് ആവശ്യമാണെങ്കിൽ സഹോദരന്റെ പത്നിയിൽ പുത്രോത്പാദനം നടത്തുന്നുണ്ടായിരുന്നു. സഹോദരൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഭർത്താവിന്റെ സഹോദരൻ പുത്രോത്പത്തി അനുമതിയോടുകൂടി നടത്തുന്നുണ്ടായിരുന്നു. അതും കലിയുഗത്തില് ചെയ്യാൻ പാടില്ല. ദേവരേണ സുതോൽപത്തി. പിന്നെന്താണ്? പല പൈതൃകം. നാലാമത്തത് ദേവരേണ സുതോൽപത്തി. ദേവരേണ സുതോൽപത്തി, ഫല പൈതൃകം. മുൻ യുഗങ്ങളിൽ പിതൃക്കൾക്ക് മാംസം നിവേദിക്കാറുണ്ട്, മാംസം സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പിതൃക്കൾക്ക് മാംസം സമർപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങൾ കലിയുഗത്തിൽ നിരോധിച്ചിട്ടുണ്ട്. അശ്വമേധം ഗവാലംബം, അശ്വമേധ യജ്ഞം, പശുവിനെ ഉപയോഗിച്ചിട്ടുള്ള യജ്ഞം, സഹോദരന്റെ പത്നിയിൽ പുത്രോത്പാദനം നടത്തുന്നത്, അതേപോലെ മാംസം പിതൃക്കൾക്ക് സമർപ്പിക്കുന്നത്, കർമ്മസന്യാസം, ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെയുള്ള കർമ്മസന്യാസവും കലിയുഗത്തിൽ നിരോധിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങള് കലവും പഞ്ചവിവർജയ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊന്നും കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കലിയുഗത്തിൽ നാമജപം മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അങ്ങനെ വിധി അനുസരിക്കാതെ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം തമോഗുണത്തിലുള്ള യജ്ഞമായിട്ട് കണക്കാക്കപ്പെടുമെന്ന് ഭഗവാൻ പറയുന്നു. വിധിഹീനം അസൃഷ്ടാനം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചരിച്ചത്. വിശ്വാസമില്ലാതെ ചെയ്യുന്ന യജ്ഞം, പൂർണ്ണവിശ്വാസമില്ലാതെ ഭഗവാന് സമർപ്പിക്കുന്ന യജ്ഞവും ഇതെല്ലാം തമോഗുണത്തിലാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ 3 ശ്ലോകങ്ങളിൽ വേറെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. പ്രഭുജി അവസാനം പറഞ്ഞ യജ്ഞം ഏതാണ്? ലാസ്റ്റ് പറഞ്ഞത്? ലാസ്റ്റ് പറഞ്ഞത് കർമ്മസന്യാസം. 5 കാര്യങ്ങളിൽ ലാസ്റ്റ് ആണോ ചോദിച്ചത് പ്രഭു? അതെ പ്രഭുജി. കർമ്മസന്യാസവും കലിയുഗത്തിൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കലിയുഗത്തിൽ നമ്മൾ സന്യാസം എടുക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ ഇസ്കോണിൽ സന്യാസം കൊടുക്കുന്നുണ്ട്. അത് ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ടുള്ള സന്യാസമാണ്, കർമ്മസന്യാസമല്ല. പൂർണ്ണമായിട്ടും ഭഗവത് സേവനത്തിൽ നിരതരാകാൻ വേണ്ടിയിട്ട് സന്യാസം സ്വീകരിക്കാം. കർമ്മസന്യാസം, ഞാൻ ഭൗതികമായിട്ടെല്ലാം ത്യജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ സേവനം ചെയ്യാതെയുള്ള സന്യാസം കലിയുഗത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം അത് പ്രാക്ടിക്കൽ അല്ല. അങ്ങനെ സന്യാസം എടുത്തു പോയി കഴിഞ്ഞാലും വീണ്ടും ഭൗതിക നിലവാരത്തിലേക്ക് വീണു പോകാനുള്ള സാധ്യത കലിയുഗത്തിൽ എല്ലായിടത്തുമുണ്ട്. സന്യാസിക്ക് യഥാർത്ഥ നിയമങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവസരങ്ങൾ ഈ കലിയുഗത്തിൽ കുറവാണ്. അതുകൊണ്ടാണ് അങ്ങനെ കർമ്മസന്യാസം എടുക്കരുത് എന്ന് കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. യെസ്, ഈ 3 യജ്ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഭാഗവതത്തിലെ ശ്ലോകമാണ് പ്രഭുജി? ഹരേ കൃഷ്ണ. അല്ല, ഇത് ചൈതന്യ ചരിതാമൃതത്തിലാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഞാൻ റെഫറൻസ് നോക്കണം. ഭാഗവതത്തിലുള്ളതല്ല. ഓക്കെ, വേറെന്തെങ്കിലും സംശയമുണ്ടോ ഈ 3 യജ്ഞങ്ങളെ കുറിച്ച്? ഗുരുജി രാവിലെ ഇത് പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു ശ്ലോകം പറഞ്ഞല്ലോ ഇതില്, അത് എത്രാമത്തെ ശ്ലോകമാണ്? ക്ലിയർ ആയില്ലേ മാതാജി? നമ്മള് രാവിലെ ഒരു ബ്രഹ്മത്തില് ഒരു ശ്ലോകം പറഞ്ഞു, എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. രാവിലെ പറഞ്ഞത് ഭഗവാന്റെ എല്ലാ അവതാരങ്ങൾക്കും തുല്യശക്തിയാണ്. അത് ബ്രഹ്മസംഹിതയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ദീപാർച്ചിരേവ ദശനാന്തരം അഭ്യുപേത്യ ദീപായതേ വിവൃത ഹേതു സമാന ധർമ്മ. ഒരു വിളക്കിൽ നിന്ന് എത്ര വിളക്ക് കത്തിച്ചു കഴിഞ്ഞാലും എല്ലാത്തിനും ഒരേ ശക്തിയാണ്. അതേപോലെ ഭഗവാന്റെ അവതാരത്തിന് എല്ലാ അവതാരങ്ങൾക്കും ഒരേപോലെ ശക്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബ്രഹ്മസംഹിതയിലല്ല. അതെ. ദീപാർത്ഥ എന്താണ് ആ ശ്ലോകം? ഒന്നും കൂടി പറയും. ഞാൻ ഒരു വരി എഴുതി വെക്കട്ടെ. ദീപാർച്ചിരേവ ദശനാന്തരം അഭ്യുപേത്യ. ബ്രഹ്മസംഹിതയിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഈ 3 ശ്ലോകങ്ങളിൽ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ തപസ്സിനെ കുറിച്ചാണ് പറയുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള തപസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം ഭഗവാൻ ഗുരുജി ശ്ലോകം എത്രാമത്തെ ചാപ്റ്ററാ? ഇപ്പോൾ വായിക്കുന്നത് 17ാമത്തെ അധ്യായത്തിൽ 14ാമത്തെ ശ്ലോകം. ഓക്കെ. യെസ്. ദേവി ദേവർ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർദ്ദം. അപ്പോൾ ഭഗവാൻ വ്യത്യസ്ത തരത്തിലുള്ള തപസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ശാരീരിക നിലവാരത്തിലുള്ള തപസ്, മാനസിക നിലവാരത്തിലുള്ള തപസ്, വാഗ്മയമായിട്ടുള്ള തപസ്. ആ 3 തപസ്സിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷം സാത്വികമായതും രാജസികമായതും താമസികമായിട്ടും ഉള്ള തപസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആകെ 6 തരം തപസ്സിനെ കുറിച്ച് ഭഗവാൻ ഇനി പറഞ്ഞു തരുന്നുണ്ട്. ശാരീരിക നിലവാരത്തിലുള്ള തപസ്, മാനസിക നിലവാരത്തിലുള്ള തപസ്, വാഗ്മയമായിട്ടുള്ള തപസ്. വാക്കിനും തപസ്സുണ്ട്. വാഗ്മയമായിട്ടുള്ള തപസ്. ഇത് 3 പറഞ്ഞതിന് ശേഷം സാത്വികമായിട്ടുള്ള തപസ്, രാജസികമായിട്ടുള്ള തപസ്, താമസികമായിട്ടുള്ള തപസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 14 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ ശാരീരികമായതും വാഗ്മയമായതും മാനസികമായതുമായിട്ടുള്ള തപസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ 3 ശ്ലോകങ്ങൾ വായിക്കാം. 14 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് വായിക്കുന്നത്? ഞാൻ വായിക്കണം ഗുരുജി? വായിച്ചോളൂ മാതാജി. നളിനി മാതാജി വായിച്ചു. 1
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാം ച ശാരീരം തപ ഉച്യതേ. പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മിക ആചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കൽ, ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ശാരീരികമായ തപസ്സെന്ന് പറയുന്നു. ഇവിടെ ഭഗവാൻ വിവിധതരം തപസ്സുകളെയും വ്രതങ്ങളെയും പറ്റി വിവരിക്കുന്നു. ആദ്യമായി ശാരീരികമായ തപസ് എന്തെന്ന് പറയുന്നു. ഈശ്വരനെയും മറ്റു ദേവന്മാരെയും വിശിഷ്ട ബ്രാഹ്മണരെയും ആധ്യാത്മിക ഗുരുവിനെയും മാതാപിതാക്കളെയും വേദജ്ഞാനമുള്ള ഏവരെയും ആദരിക്കുക അഥവാ ആദരിക്കുവാൻ ശീലിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ്. ആന്തരവും ബാഹ്യവുമായ ശുചിത്വം പാലിക്കണം. പെരുമാറ്റത്തിൽ ലാളിത്യം പുലർത്തണം. വേദവിഹിതമല്ലാത്ത ഒരു കർമ്മവും ചെയ്തുകൂടാ. വൈവാഹിക ജീവിതത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം പുലർത്താൻ പാടില്ല. വൈവാഹികമായ ലൈംഗിക ബന്ധം മാത്രമേ നാം അംഗീകരിച്ചിട്ടുള്ളൂ. ഇതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഈ വിവരിച്ചവയാണ് ശാരീരികങ്ങളായ തപശ്ചര്യകൾ. 15ാമത്തെ ശ്ലോകം വായിക്കണം ഗുരുജി. അതെ, 15ഉം 16ഉം വായിക്കണം. അനുദ്വേദകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യാസനം ചൈവ വാമയം തവ ഉച്യതേ. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്യോഗമുണ്ടാക്കാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായിട്ടുള്ള വേദമന്ത്രോച്ചാരണമാണ് വാങ്മയമായ തപസ്. മറ്റുള്ളവരുടെ മനസ്സിൽ വ്യാകുലതയുണ്ടാക്കുന്ന വിധം സംസാരിക്കരുത്. ഗുരു സംസാരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതിനായി സത്യം പറയാം. എന്നാൽ അതേ ആചാര്യന് തന്റെ ശിഷ്യരല്ലാത്തവരോട് അവരുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ പാടില്ല. വാക്കിനെ സംബന്ധിച്ച തപസ്യയാണിത്. നിരർത്ഥകമായ സംഭാഷണവും പാടില്ല. ആധ്യാത്മിക വൃത്തങ്ങളിലെ സംഭാഷണ വിഷയം വേദഗ്രന്ഥങ്ങളെ മുൻനിർത്തിയായിരിക്കണം. താൻ പറയുന്നതിന് ഉപോദ്ബലമായി ഉടനെ വേദിക പ്രമാണത്തിൽ നിന്നും ഉദ്ധരിക്കണം. അതേസമയം സംഭാഷണം ശ്രവണ സുഖപ്രദമായിരിക്കണം. അത്തരം ചർച്ചകൾ പങ്കെടുക്കുന്നവർക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല, മനുഷ്യവർഗത്തിന്റെ ഉന്നതിക്ക് സഹായമാവുകയും ചെയ്യും. വൈദിക സാഹിത്യം അളവറ്റതാണ്. അത് പഠിക്കുകയും വേണം. ഇതിനെയാണ് വാങ്മയ സംബന്ധിയായ തപസ് എന്ന് പറയുന്നത്. ശ്ലോകം 16. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മൻ വിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേത് തപോ മാനസ മുച്യതേ. സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസികമായ തപസ്സിൽ ഏർപ്പെടുന്നു. ഭാവാർത്ഥം: ഇന്ദ്രിയ ഭോഗങ്ങളിലുള്ള വിരക്തിയാണ് മാനസികമായ തപസ്. അന്യർക്ക് നന്മ ചെയ്യേണ്ടതിനെ പറ്റി എപ്പോഴും ചിന്തിക്കാൻ മനസ്സിൽ പ്രേരിക്കണം. ചിന്താ ഗൗരവമാണ് മനസ്സിന് ഉത്തമമായ പരിശീലനം. കൃഷ്ണാവബോധത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഇന്ദ്രിയ സമർപ്പണം ഒഴിവാക്കുകയും വേണം. സ്വഭാവ ശുദ്ധീകരണത്തിന് കൃഷ്ണാവബോധവാനാകണം. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വിചാരങ്ങളെ പൂർണ്ണമായി പിൻവലിക്കുമ്പോഴേ മനസ്സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഈ ഇന്ദ്രിയ സുഖങ്ങളെ പറ്റി എത്ര കണ്ട് ചിന്തിക്കുന്നുവോ അത്ര കണ്ട് അസംതൃപ്തി വളരും. ഇക്കാലത്ത് ഇന്ദ്രിയ സുഖപ്രാപ്തിക്ക് വേണ്ടിയുള്ള പല ഉപായങ്ങളും അനാവശ്യമായി നമ്മൾ മനസ്സിലിട്ട് വലയ്ക്കുന്നു. അങ്ങനെയായാൽ മനസ്സിന് അസംതൃപ്തമായി തന്നെ തുടരുകയേ നിവൃത്തിയുള്ളൂ. വൈദിക സാഹിത്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് ഇതിന് നല്ലൊരു പോംവഴി. പുരാണങ്ങളിലും മഹാഭാരതത്തിലുമെല്ലാം മനസംതൃപ്തി ഉളവാക്കുന്ന കഥകൾ ഏറെയുണ്ട്. ഇവയിൽ നിന്നും നേടാവുന്ന ജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തി നമുക്ക് പരിശുദ്ധരാവാം. മനസ്സിനെ കാപട്യത്തിൽ നിന്ന് വിമുക്തമാക്കണം. സർവ്വ ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കണം. മൗനം എന്നാൽ ആത്മസാക്ഷാത്കാരത്തിൽ തന്നെ മനസ്സുറപ്പിക്കുക എന്നർത്ഥം. കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ ആ നിലയ്ക്ക് പൂർണ്ണമായും മൗനിയാണ്. ആത്മസംയമനം അഥവാ മനോനിയന്ത്രണം എന്നാൽ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കലത്രേ. തപസ്വി തന്റെ പെരുമാറ്റങ്ങളിൽ ആർജവം ദീക്ഷിക്കണം. അങ്ങനെ ജീവിതം വിശുദ്ധീകരിക്കണം.
ഈ ഗുണങ്ങളെല്ലാം ഉൾച്ചേർന്നാണ് മാനസിക പ്രവർത്തനങ്ങളിലെ തപസ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. താങ്ക് യു നളിനി മാതാജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ ഭഗവാൻ 3 തരത്തിലുള്ള തപസ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. ഇനിയും 3 തരത്തിലുള്ള തപസ്സിനെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. ആദ്യം ഭഗവാൻ വേറൊരു രീതിയിലാണ് വിഭജിച്ചിട്ടുള്ളത്. ശാരീരികമായിട്ടുള്ള തപസ്, ശാരീരിക നിലവാരത്തിലുള്ള തപസ്, വാക്കുകൊണ്ടുള്ള തപസ്, വാക്കിലുള്ള തപസ്യ, മാനസികമായിട്ടുള്ള തപസ്. ഇതാണ് ആദ്യം ഭഗവാൻ പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾക്ക് നോക്കാം. അപ്പോൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അശ്വമേധം ഗവാലംബം സന്യാസം ഫലപൈതൃകം അതെവിടെയാണ് പറയുന്നത് എന്ന്. അത് ചൈതന്യ ചരിതാമൃതത്തിലാണ്. ചൈതന്യ ചരിതാമൃതം ആദിലീല 17ാമത്തെ അധ്യായത്തിൽ 164ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്. അത് ബ്രഹ്മവൈവർത്തക പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് പറയും. ബ്രഹ്മവൈവർത്തക പുരാണത്തിൽ 185.180 ഉള്ള ശ്ലോകമാണ് ചൈതന്യ ചരിതാമൃതത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. 17.164 ആദിലീല. അവിടെയാണ് ഈ 5 തരത്തിലുള്ള കാര്യങ്ങൾ കലിയുഗത്തിൽ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. അശ്വമേധം ഗവാലംബം സന്യാസം ഫലപൈതൃകം ദേവരേണ സുതോൽപത്തിം ഫലവും പഞ്ചവിവർജയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഭഗവാൻ ശാരീരിക നിലവാരത്തിലുള്ള തപസ്യയെ കുറിച്ച് പറഞ്ഞു 14ാമത്തെ ശ്ലോകത്തിൽ. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യ അഹിംസാച ശാരീരം തപ ഉച്ചതേ. ശാരീരിക നിലവാരത്തിലുള്ള തപസ്സുകൾ എന്തൊക്കെയാണ്? ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചം ആർജവം. ദേവന്മാർ, ഭഗവാന്റെ ഭക്തന്മാരാണ് ദേവന്മാർ. അപ്പോൾ അവരെ ബഹുമാനിക്കുക. ഒരു ദേവനെയും അവഗണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ദേവന്മാരെ അവഗണിക്കാം. ഒരു ദേവനെ അവഗണിക്കേണ്ട ആവശ്യമില്ല. ഒരു ജീവാത്മാവിനെ പോലും അവഗണിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ വൈഷ്ണവ സിദ്ധാന്തത്തിൽ ഒരു ജീവാത്മാവിനെയും അവഗണിക്കത്തക്കതായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ദേവന്മാരെ അവഗണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ദ്വിജ ഗുരുപ്രാജ്ഞ. ദ്വിജൻ എന്ന് പറയുന്നത് ബ്രാഹ്മണീയ യോഗ്യതയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരുവിനെ സ്വീകരിച്ച വ്യക്തിയാണ് ദ്വിജൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദ്വിജന്മാരോട് ബഹുമാനം പ്രകടിപ്പിക്കുക. ദേവദ്വിജൻ ഗുരു, ആത്മീയ ഗുരു, നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ജ്ഞാനം പകർന്നു നൽകുന്ന വ്യക്തികൾ, അതേപോലെ നമുക്ക് ദീക്ഷ നൽകുന്ന ഗുരു, ഭഗവാനെ കുറിച്ച് ഭഗവാനിലേക്ക് നമ്മളെ നയിക്കുന്ന ഗുരു. പ്രാജ്ഞ എന്ന് പറയുന്നത് നമ്മളെക്കാൾ പ്രായമുള്ള മുതിർന്ന വ്യക്തികൾ. ഇവരൊക്കെ ബഹുമാനിക്കുന്നത് ശാരീരികമായിട്ടുള്ള തപസ്സാണ് എന്നാണ് പറയുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും കുന്തിദേവിയൊക്കെ നമസ്കരിക്കും. അവരെ പോയിട്ട് നമസ്കരിക്കും. അത് മുതിർന്നവരെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു മാതൃകയാണ്, അല്ലെ, പ്രാജ്ഞ. അതേപോലെ അവര് മുതിർന്ന വ്യക്തികളാണ്, അതുപോലെ മാതാപിതാക്കളുമാണ്. അപ്പോൾ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളത് ശാരീരികമായിട്ടുള്ള തപസ്സാണ്. അതേപോലെ ശൗചം, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള തപസ്. ശാരീരികമായിട്ടുള്ള ശൗചം നമ്മൾക്ക് കുളിക്കുന്നതിലൂടെ നേടാൻ സാധിക്കും. രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധമാകുക എന്നുള്ളത്. മാനസികമായിട്ടുള്ള തപസ് മന്ത്രജപത്തിലൂടെ ലഭിക്കും. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ മാനസികമായിട്ടുള്ള ശുചിത്വവും ലഭിക്കും. ആർജവം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കാതിരിക്കുക, ഉള്ള കാര്യങ്ങൾ അതേപടി നമ്മൾ പ്രകടിപ്പിക്കുക. യാഥാർത്ഥ്യം മറച്ചു വെക്കാതിരിക്കുന്നതിനെയാണ് ആർജവം എന്ന് പറയുന്നത്. സത്യസന്ധത, യാഥാർത്ഥ്യം മറച്ചു വെക്കാതിരിക്കുക, അതാണ് ആർജവം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യ അഹിംസാച ശരീരം തവ ഉച്ചത. ബ്രഹ്മചര്യ, അവീതമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അതാണ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. പിന്നീട് അഹിംസ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ പെരുമാറാതിരിക്കുക, അതാണ് അഹിംസ. അഹിംസാച്ച ശരീരം തപ ഉച്ചത. ഇതെല്ലാം ശാരീരിക നിലവാരത്തിൽ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തപസ്സുകളാണ് എന്നാണ് പറയുന്നത്. ഇതും നമ്മളെ ഉയർത്തുന്നതാണ്. ആത്മീയമായിട്ട് ഉയരാൻ
നമ്മളെ സഹായിക്കുന്നതാണ് ശാരീരികമായിട്ടുള്ള തപസ്. അപ്പൊ നമ്മളെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും തപസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. വാക്കുകൊണ്ടുള്ള തപസ്സിനെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 15-ാമത്തെ ശ്ലോകത്തിൽ. ആദ്യം തന്നെ ഭഗവാൻ പറയുന്നു അനുദ്വേഗകരം വാക്യം. അനുദ്വേഗകരം വാക്യം, നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. മറ്റുള്ളവരെ ഉത്കണ്ഠയിലാഴ്ത്തുന്ന, മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിരാശരാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ മൗനം പാലിച്ചാൽ മതി. അനുദ്വേഗകരം വാക്യം, അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റുതിരുത്തുന്ന തരത്തിൽ നമ്മൾ ശാസിക്കുന്നത്, ഇതൊക്കെ ഉദ്വേഗം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ്. അവിടെ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ഒരു ഗുരുവിന് ശിഷ്യനെ ശാസിക്കാം, പരുഷമായിട്ട് സംസാരിക്കാം. കാരണം ആ ശിഷ്യന്റെ തെറ്റുതിരുത്തുക എന്നുള്ളത് ഗുരുവിന്റെ ചുമതലയാണ്. അപ്പോൾ ഒരു വ്യക്തി നമ്മളെ ഗുരുവായി സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ ആ വ്യക്തിയെ ഉപദേശിച്ച് തെറ്റുതിരുത്തേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ശാസിക്കേണ്ട ആവശ്യമുള്ളൂ. ഗുരുവിന് ശിഷ്യനെ ശാസിക്കാം, അതിന് കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും, അർജുനൻ ശിഷ്യത്വം സ്വീകരിക്കുന്നത് വരെ ഭഗവാൻ ശാസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭഗവാൻ സൈലന്റ് ആയിട്ടിരുന്നു. പക്ഷെ ശിഷ്യത്വം സ്വീകരിച്ചപ്പോ ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ ഉടനെ ഭഗവാൻ പറഞ്ഞു, നീ പറയുന്നതൊക്കെ വിഡിത്തമാണ്. അശോച്യാൻ അന്നശോചസ്തം പ്രജ്ഞാവാദാംശ ഭാഷസ്, നീ വലിയ ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു, പക്ഷെ നീ പറയുന്നതൊക്കെ വലിയ വിഡിത്തമാണ്, നിനക്ക് വിവരമില്ല എന്ന് നേരിട്ട് ഭഗവാൻ പറഞ്ഞു. അതുവരെ പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഭഗവാനിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിൽ നിന്ന് ആരെങ്കിലും ഉപദേശം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവരെ തെറ്റുതിരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കില്ല. നമ്മൾ അത് ചെയ്യുകയും വേണം. അതാണ് അനുദ്വേഗകരം വാക്യം എന്ന് പറയുന്നത്. അനുദ്വേഗകരം വാക്യം സത്യം, പറയുന്നത് സത്യമായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. സത്യം. പ്രിയം ഹിതം, സത്യമായിരിക്കണം, പക്ഷെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. സത്യം പല രീതിയിൽ സംസാരിക്കാം. അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാം, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയം. ഹിതം. ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്നത് കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് അവർക്ക് പ്രയോജനമില്ലെങ്കിൽ, കേൾക്കുന്ന വ്യക്തിക്ക് പ്രയോജനമില്ലെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്തിനാണ് പറയുന്നത്? പറയാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് വാക്കിന്റെ തപസ് എന്ന് പറയുന്നത്. പറയാതിരിക്കുന്നതും തപസ്സാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഹിതമല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, സത്യമല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദേശം സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. പ്രിയം ഹിതം, അവർക്ക് പ്രയോജനകരമല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. സ്വാധ്യായ അഭ്യസനം ചെയ്യുക വാഗ്മയം തപൗച്ചത്. അതേപോലെ നമ്മൾ സ്വാധ്യായം ചെയ്യുന്നതും വാഗ്മയമായിട്ടുള്ള തപസ്സാണ് എന്നാണ് പറയുന്നത്. നമ്മൾ വേദസാഹിത്യങ്ങളൊക്കെ വായിച്ചു പഠിക്കുന്നത്, ഭഗവത്ഗീത ശ്ലോകങ്ങളൊക്കെ വായിച്ചു പഠിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ഇവിടെ ശീലപ്രഭാതർ കൊടുത്തിട്ടുള്ള വിവർത്തനം ഭാവാർത്ഥവും ഒക്കെ വായിച്ചു പഠിക്കുന്നത് എന്താണ്? സ്വയം ഇരുന്ന് പഠിക്കുന്നത്. സ്വയം ഇരുന്ന് പഠിക്കുന്നത് സ്വാധ്യായമാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നത് സ്വാധ്യായമാണ്. അതൊരു തപസ്യയാണ്, വാക്കിന്റെ തപസ്യയാണ് എന്ന് പറയുന്നത്. ശൈവ വാഗ്മയം തപ ഉച്ചതേ, ഇതെല്ലാം വാക്കിന്റെ തപസ്സായിട്ട് ഭഗവാൻ പറയുന്നു. അനുദ്വേഗകരം വാക്യം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയാതിരിക്കുക. സത്യം, യഥാർത്ഥ കാര്യം മാത്രം പറയുക, മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കാതിരിക്കുക. അതേപോലെ പ്രിയം, പ്രിയമായിട്ട് സംസാരിക്കുക. മറ്റുള്ളവരെന്തെങ്കിലും മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ മാറ്റമുണ്ട്. നല്ല രീതിയിലും സംസാരിക്കാൻ സാധിക്കും, മോശമായിട്ടുള്ള രീതിയിലും സംസാരിക്കാൻ സാധിക്കും. അതാണ് പ്രിയം എന്ന് പറയുന്നത്. അപ്രിയമായിട്ടും വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഒരേ കാര്യം പ്രിയമായിട്ടും അപ്രിയമായിട്ടും നമുക്ക് സംസാരിക്കാൻ അറിയാം. പ്രിയമായിട്ട് സംസാരിക്കാനാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. പ്രിയം ഹിതം, വെറുതെ പ്രിയം പറഞ്ഞാൽ പോരാ, അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാകണം. നമ്മൾ പറയുന്നത് കേട്ടത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം. നമ്മൾ ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് പ്രയോജനമുണ്ട്. അവർ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നു, അതുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനമുണ്ട്.
അപ്പോൾ ഭഗവത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഹിതകരമാണ്, അവർക്ക് പ്രയോജനകരമാണ്. പിന്നെ സ്വാധ്യായം, വേദസാഹിത്യങ്ങൾ അല്ലെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം, പുരാണങ്ങൾ ഒക്കെ വായിച്ചു പഠിക്കുന്നത്, സ്വയം വായിച്ചു പഠിക്കുന്നത് സ്വാധ്യായം എന്ന് പറഞ്ഞിട്ടുള്ള തപസ്സാണ്. ഇതൊക്കെ വാഗ്മയമായിട്ടുള്ള തപസ്സായിട്ട് ഭഗവാൻ പറയുന്നു. അടുത്തതായിട്ട് മാനസികമായിട്ടുള്ള തപസ്സാണ് പറഞ്ഞിട്ടുള്ളത്. മനഃപ്രസാദ സൗമ്യത്വം, മൗനം, ആത്മവിനിഗ്രഹ, ഭാവ സംശുദ്ധിത്യേതത് തപോ മാനസം ഉച്ചതി. മാനസികമായിട്ടുള്ള പ്രസാദം, അത് മനസ്സിന്റെ തപസ്സാണ്. എങ്ങനെയാണ് മനസ്സ് പ്രസാദിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ തൃപ്തി ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭൗതിക വിഷയങ്ങളെ കുറിച്ച് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം അസംതൃപ്തിയാണ് ഉണ്ടാകുന്നതെന്ന്. ഭൗതിക വിഷയങ്ങൾ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നോ അത്രത്തോളം മനസ്സിന് അസംതൃപ്തിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നോ മനസ്സിന് അത്രയും തൃപ്തി ഉണ്ടാകും, സൗമ്യത്വം ഉണ്ടാകും, പ്രസാദം ഉണ്ടാകും, മനഃപ്രസാദം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതോറും അസംതൃപ്തി ഉണ്ടാകും, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതോറും സംതൃപ്തി ഉണ്ടാകും, അല്ലെങ്കിൽ പ്രസാദം ഉണ്ടാകും. സൗമ്യത്വം, മൃദുലമായിട്ടുള്ള പെരുമാറ്റം അല്ലെ. വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പരുഷമായിട്ട് പെരുമാറാം, അല്ലെങ്കിൽ മൃദുലമായിട്ടും പെരുമാറാം. ഒരേ സാഹചര്യത്തിൽ തന്നെ നമ്മൾക്ക് മൃദുലമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ പരുഷമായിട്ടും സംസാരിക്കാം. പരുഷമായിട്ട് സംസാരിക്കുന്നത് ആസുരികമായിട്ടുള്ള സ്വഭാവമാണ് എന്ന് ഭഗവാൻ ആസുരികം ക്യാരക്ടേഴ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ദമ്പോ എന്താണ് പറഞ്ഞത്? ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യം. പാരുഷ്യം, അവിടെ ഭഗവാൻ പാരുഷ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പരുഷമായിട്ട് സംസാരിക്കുക, ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക, നീ വളരെ മോശപ്പെട്ട ആളാണ് എന്നുള്ള രീതിയിൽ ഒരാളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുക, പരുഷമായിട്ട് സംസാരിക്കുക. അതിന്റെ വിപരീതമാണ് സൗമ്യത്വം, മൃദുലമായിട്ട് സംസാരിക്കുക. മറ്റുള്ളവരിൽ നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് മാനസികമായിട്ടുള്ള തപസ്യയുള്ള ഒരു വ്യക്തിക്ക് സൗമ്യമായിട്ട് സംസാരിക്കാൻ സാധിക്കും, സൗമ്യമായിട്ട് പെരുമാറാൻ സാധിക്കും. സൗമ്യത്വം. മൗനം, ആത്മവിനിഗ്രഹം. ചില സമയത്ത് നമ്മൾ മൗനം പാലിക്കേണ്ടി വരും. മൗനവും ഒരു തപസ്യയാണ്, മാനസികമായിട്ടുള്ള തപസ്യയായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ആത്മവിനിഗ്രഹം, മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു വിടാൻ അനുവദിക്കാതെ ഭഗവാന്റെ സേവനത്തിലേക്ക്, ഭഗവാനിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഭഗവാന്റെ നാമജപത്തിലേക്ക്, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതാണ് മാനസികമായിട്ടുള്ള നിയന്ത്രണം എന്ന് പറയുന്നത്. ഭാവ സംശുദ്ധിരുത്തിയത്, മനസ്സ് ശുദ്ധമാക്കി വെക്കുക. ഇതെല്ലാം മാനസികമായിട്ടുള്ള തപസ്സായിട്ട് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ വായിച്ചത് ശാരീരികമായിട്ടുള്ള തപസ്, മാനസികമായിട്ടുള്ള തപസ്, അതേപോലെ വാക്കിന്റെ തപസ്. ശാരീരികമായിട്ടുള്ള തപസ്സിൽ പറഞ്ഞത് ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യ അഹിംസാച ശരീരം തപ ഉച്ചതേ. വാഗ്മയമായിട്ടുള്ള തപസ് അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായ അഭ്യസനം ചെയ്വ വാഗ്മയം തപ ഉച്ചതേ. മനഃപ്രസാദ സൗമ്യത്വം, മൗനം, ആത്മവിനിഗ്രഹ, ഭാവ സംശുദ്ധിരിത്യേതത് തപോ മാനസം ഉച്ചതേ. 3 തരത്തിലുള്ള തപസ്സിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ബാക്കി നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് ഭഗവാൻ തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സാത്വിക ഗുണത്തിലുമുള്ള തപസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? 3 തരം തപസ്സിനെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്.